ഒരു ഡ്രോയിങ് ചെയ്യുമ്പോൾ ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് ബിഗിനേഴ്സ്. ആ മിസ്റ്റേക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കും. ആ മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്ന പോലെ കണ്ട് അതുപോലെ അനുകരിക്കാൻ. പിക്കാസോന്റെ പെയിന്റിംഗ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ കിട്ടും. അതിൽ പിക്കാസോ ഒരു സിഗരറ്റൊക്കെ വലിച്ച് ഒരു വർഷം എടുത്ത് ഇതിങ്ങനെ കാണിക്കുമ്പോഴേക്കും അതൊരു കോഴിയായി മാറി, പ്രാവായി മാറി. പക്ഷെ നമ്മളങ്ങനെ കാണിക്കുമ്പോൾ ആവില്ല. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും കാണിച്ച് വർഷങ്ങൾ ഇങ്ങനെ തള്ളി നീക്കും. ബിഗിനേഴ്സ് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താ? ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ഇല്ലാതെ, പ്രോപ്പർ ആയിട്ട് ആ ഒബ്സർവേഷൻ ചെയ്യാതെ പെട്ടെന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ഫാസ്റ്റിൽ തീർക്കണം എന്നുള്ള ചിന്തയോട് കൂടി സ്റ്റാർട്ട് ചെയ്യും. ഒരു സിംഹത്തിനെ വരയ്ക്കുന്ന ഒരു പിക്ചർ ആര് ചെയ്ത്, എനിക്ക് പേര് ഓർമ്മയില്ല, സോറി. നല്ലൊരു കൈ കൊടുത്തേ. ഇതിന്റെ ഔട്ട്ലൈൻ ആരെങ്കിലും കണ്ടായിരുന്നോ? ആര് കണ്ടു? ഇതിന്റെ ഔട്ട്ലൈൻ ആരൊക്കെ ശ്രദ്ധിച്ചു? ഈ പിക്ചറിന്റെ ഔട്ട്ലൈൻ ഗ്രൂപ്പിൽ വന്നു. ഞാനൊരു സൂം ചെയ്ത് നോക്കുക. ഇത് മറ്റേ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് എന്തെങ്കിലും മാറി പോസ്റ്റ് ചെയ്തതാണോ? ഒരു ഡോട്ട് ഈ പിക്ചറിൽ ഉണ്ടെങ്കിൽ അത് അളന്ന് മുറിച്ച് അതേ ഡോട്ട് ഈ പേപ്പറിൽ വരച്ചിട്ടുണ്ട്. ഔട്ട്ലൈൻ. ഞാനിപ്പോ സാറിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ആൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു തീരുമോ എന്നുള്ളത്. ഞാൻ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു, ഒരു ടെൻഷനും വേണ്ട. ഔട്ട്ലൈൻ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങളിത് ഷെയ്ഡിങ്ങിലോട്ട് കിടക്കുമ്പോൾ സിമ്പിൾ ഒരു പൂ വരയ്ക്കുന്ന ലാഘവത്തോടു കൂടി ഈ പിക്ചർ തരും. കറക്റ്റ് ആണല്ലേ? ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ഞാൻ ഇത്രയും പണിയെടുക്കും. സോ എനിക്കതിൽ ഇത്തിരി അസൂയുണ്ടെന്ന് കൂട്ടി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എൻ്റെ എഫേർട്ട് എടുക്കാൻ ആ ഒരു ധൈര്യം, അത് ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകല്ലേ, ആ ഒരു ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഒന്ന് ഷെയർ ചെയ്തു. എൻ്റെ പേര് അനീഷ്. ഞാൻ ഈ പിക്ചർ സെലക്ട് ചെയ്യാൻ നമ്മുടെ മാസ്റ്റർ പീസുമായിട്ട് ബന്ധപ്പെട്ട സാറ് 21 ഡേയ്സിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നത്. അതിലെ ഒരു ക്ലാസ്സിൽ സാറ് ടൈം എടുത്ത് പറയുകയുണ്ടായി. അതായത് ഔട്ട്ലൈൻ നിങ്ങൾ ഒരു പിക്ചറിൻ്റെ സമയമെടുത്ത് ഓരോ പോയിൻറ്റും പ്രത്യേകം മാർക്ക് ചെയ്ത് ടൈം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയേണ്ടത്. എനിക്കതിനകത്തൊരു നല്ലൊരു ഇൻസ്പിറേഷൻ കിട്ടി. അങ്ങനെ ഞാനത് ട്രൈ ചെയ്യാനൊരു ശ്രമം നടത്തിയതാണ്. അങ്ങനെ ഈ 3 മാസത്തെ ലോങ് ജേണിയിൽ ഞാൻ മാക്സിമം ടൈം ഇതിൻ്റെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. ഏകദേശം ഒരു 90 അവേഴ്സോളം എടുത്തിട്ടാണ് ഷെയ്ഡിങ് ഉൾപ്പെടെ ഇത് തീർത്തത്. എൻ്റെ ആർട്ട് കരിയർ ഞാനിവിടെ കിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് പവർഫുൾ കമ്മ്യൂണിറ്റി ഇൻ കേരള. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.